നെയ്യാറ്റിൻകരയിലെ വിവാദമായ സമാധി സ്ഥലം പൊളിച്ചു പരിശോധിക്കുന്ന കാര്യത്തിൽ തിടുക്കം വേണ്ടെന്ന നിലപാടിൽ ജില്ലാ ഭരണകൂടം. ഗോപൻ സ്വാമിയുടെ കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതിനാൽ വിധിക്കായി കാത്തിരിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനമാണ് ഇപ്പോൾ. അതേസമയം സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനാൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ച് പരിശോധിക്കാനുള്ള പോലീസ് നീക്കം കുടുംബാംഗങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത്. സമാധി സ്ഥലം പൊളിക്കുന്നതിനെതിരെ ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ മതിയെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. അതേസമയം സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാലേ മരണത്തിലെ ദുരൂഹത നീങ്ങുമെന്ന് സബ് കളക്ടർ കുടുംബാംഗങ്ങളെ അറിയിച്ചു. ഹൈക്കോടതിയെ സമീപിക്കാനായി എത്ര ദിവസത്തെ സാവകാശം നൽകണമെന്ന കാര്യത്തിൽ ജില്ലാ കളക്ടറുടേതാകും അന്തിമ തീരുമാനം. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച സമാധി സ്ഥലം അളക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് നെയ്യാറ്റിൻകര ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപൻ സ്വാമി മരിച്ചത്. കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ മരിച്ചതിനെ തുടർന്ന് സമാധിയിരുത്തിയെന്നാണ് ഭാര്യ സുലോചനയും മക്കളായ രാജസേനനും സനന്ദനും ആദ്യം പറഞ്ഞത്. രാജസേനൻ പിന്നീട് ഈ മൊഴി മാറ്റി. പിതാവ് സമാധിയാകാൻ ആഗ്രഹിക്കുന്ന വിവരം തന്നോട് പറഞ്ഞുവെന്നും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് സമാധി ഇരുത്തിയതെന്നുമായിരുന്നു രണ്ടാമത് നൽകിയ മൊഴി. ന്യൂസ് 18 തിരുവനന്തപുരം.